ഇന്നത്തെ യാത്ര കണ്ണൂരിൽ നിന്നും ആറളം ഫാമിലേക്ക് പോകുന്ന KSRTCയുടെ ഗ്രാമവണ്ടിയിലാണ്. KSRTC ഗ്രാമവണ്ടി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ്. കണ്ണൂർ കാൽടെക്സിലുള്ള KSRTC ഡിപ്പോയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇവിടെ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡ് കവർ ചെയ്തുകൊണ്ടാണ് യാത്ര മുമ്പോട്ട് പോകുക. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഞങ്ങൾ കാൽടെക്സ് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മംഗലാപുരം പോകുന്ന NH 66 നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് പോവേണ്ടത്. നമുക്ക് ഇവിടെ നിന്നും ഇടതുവശത്തെ റോഡ് വഴിയാണ് പോവേണ്ടത്. നേരെ പോകുന്നത് കോഴിക്കോടേക്കുള്ള റൂട്ടാണ്. മട്ടന്നൂർ ഇരിട്ടി റൂട്ടിലാണ് നമ്മുടെ ബസ് പോകുന്നത്. KSRTCയുടെ ഗ്രാമവണ്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കണ്ണൂരിൽ നിന്നും ആറളം ഫാമിലേക്ക് 77 രൂപയാണ് ടിക്കറ്റ് ചാർജ്. KSRTCയുടെ മറ്റു സർവീസുകളെ അപേക്ഷിച്ച് ഗ്രാമവണ്ടിയിൽ ടിക്കറ്റ് ചാർജ് വളരെ കുറവാണ്. ഇനി നമുക്ക് ഗ്രാമവണ്ടിയെക്കുറിച്ചറിയാം. യാത്രാ പ്രശ്നങ്ങളുള്ള ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, കൃഷിമേഖലകൾ, മലയോര മേഖലകൾ എന്നീ സ്ഥലങ്ങളിൽ സർവീസ് നടത്തുന്ന KSRTCയുടെ ബസ്സുകളാണ് KSRTC ഗ്രാമവണ്ടികൾ. KSRTCയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരിച്ച് നടപ്പാക്കുന്ന യാത്രാ സംവിധാനമാണ് KSRTCയുടെ ഗ്രാമവണ്ടി. യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഏച്ചൂർ എത്തിയിരിക്കുകയാണ്. കർണാടക RTC ബസ് പോകുന്നത് കാണാം. 2022 ജൂലൈ 29 KSRTCയുടെ ഗ്രാമവണ്ടി പദ്ധതി ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പാറശാലയിൽ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത്. നല്ല മഴ പെയ്തു തുടങ്ങി. KSRTC ഗ്രാമവണ്ടിയുടെ ഇന്ധനച്ചിലവും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും താമസ സൗകര്യവും ബസ്സിൻ്റെ സുഗമമായ പാർക്കിങ്ങും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏത് പഞ്ചായത്തിലാണോ ബസ് സർവീസ് നടത്തുന്നത് ആ ഗ്രാമപഞ്ചായത്തിനാണ്. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ശമ്പളവും ബസ്സിൻ്റെ സ്പെയർ പാർട്സ്, മെയിൻ്റനൻസ്, ഇൻഷുറൻസ് എന്നിവയ്ക്കുള്ള ചിലവ് KSRTC വഹിക്കും. ബസ് ടിക്കറ്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും KSRTCക്കും, പരസ്യത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അതത് ഗ്രാമപഞ്ചായത്തുകൾക്കും കിട്ടുന്നതാണ്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ചാലോട് ടൗണിലെത്തിയിരിക്കുകയാണ്.
കണ്ണൂരിൽ നിന്നും ബസ് മാർഗം വിമാനത്താവളത്തിലേക്ക് പോകുന്നവർക്ക് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. വായന്തോട് എന്നാണ് ഈ സ്റ്റോപ്പിൻ്റെ പേര്. എയർപോർട്ടിലേക്കുള്ള റോഡാണ് വലതുവശം കാണുന്നത്. ഞങ്ങളുടെ ബസ് മട്ടന്നൂർ ടൗണിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. മട്ടന്നൂർ സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. നല്ല മഴ പെയ്തത് കാരണം ഗ്ലാസ്സിലേക്കൂടെയുള്ള പുറമേയുള്ള കാഴ്ച വ്യക്തമല്ലാത്തത് കൊണ്ട് ഡ്രൈവർ ചേട്ടൻ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത് കാണാം. ബാംഗ്ലൂർ, മൈസൂർ, വിരാജ്പേട്ട, കൂട്ടുപുഴ, മാനന്തവാടി എന്നീ മേഖലകളിലേക്ക് പോകുന്ന ബസ്സുകളും ഇതേ റൂട്ടിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഉളിയിൽ എന്ന ടൗണിലെത്തി നിൽക്കുന്നു. ആറളം വന്യജീവി സങ്കേതം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കർണാടക സ്റ്റേറ്റ് ബസ് പോകുന്നത് കാണാം.
കണ്ണൂരിൽ നിന്നും കൊട്ടിയൂർ, പേരാവൂർ എന്നീ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളും ഇതേ റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. ഞങ്ങളിപ്പോൾ പഴഞ്ചേരി മുക്ക് എത്തിയിരിക്കുന്നു. ഇരിട്ടി ടൗൺ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇരിട്ടി ജംഗ്ഷൻ. ഇവിടെ നിന്നും വലത്തോട്ട് നെടുമ്പൊയിൽ റോഡ് വഴിയാണ് മാനന്തവാടി പോവേണ്ടത്. ഇതുവഴിയാണ് ആറളം വന്യജീവി സങ്കേതത്തിലേക്കുള്ള എളുപ്പവഴി. കണ്ണൂരിൽ നിന്നും ആറളം വന്യജീവി സങ്കേതത്തിൽ ബസ് മാർഗം വരുന്ന യാത്രക്കാർക്ക് മാനന്തവാടി ബസ്സിൽ യാത്ര ചെയ്യാവുന്നതാണ്. കണിച്ചാർ എന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും കണിച്ചാർ റൂട്ടിലേക്ക് ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ് എത്തി നിൽക്കുന്നു. നിലവിൽ ഇരിട്ടിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലത്ത് ബിൽഡിങ്ങുകൾ മാത്രമാണുള്ളത്, സ്റ്റാൻഡ് ഇല്ല. ഞങ്ങളുടെ ഗ്രാമവണ്ടി യാത്ര ഇരിട്ടി ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുന്നു. ഗ്രാമവണ്ടി സാരഥിയോട് വണ്ടിയുടെ റൂട്ടുകളെക്കുറിച്ചും സാരഥിയുടെ പേരും ചോദിച്ചറിയാം. എത്ര ട്രിപ്പുണ്ട് കണ്ണൂരിൽ? പോയി വന്നിട്ട് ആലപ്പാട് ഇരിട്ടിക്ക് വരും. തിരിച്ച് പിന്നെ ആലപ്പാടിലേക്ക് കണ്ണൂരിന് ഒറ്റ ട്രിപ്പ് ഒറ്റ നാളെ ഇപ്പം വന്ന ഒരു ട്രിപ്പ് വരും. ബാക്കി എവിടെ വന്നു? കണ്ണൂരിൽ നിന്നും ആറളം ഫാമിലേക്ക് ഏകദേശം 70 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഞങ്ങളുടെ ഗ്രാമവണ്ടി ഇരിട്ടി പാലവും കടന്ന് മാടത്തിൽ, യടൂർ, വെളിമാനം, കീഴ്പള്ളി എന്നീ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ആറളം ഫാം വഴി ആറളം വന്യജീവി സങ്കേതത്തിൽ എത്തും. വലതുവശത്തേക്ക് മൈസൂർ ഭാഗത്തേക്കുള്ള റോഡും ഇടതുവശത്തേക്ക് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള റോഡുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്ര മാടത്തിൽ ജംഗ്ഷനിൽ എത്തി നിൽക്കുന്നു. ഇവിടെ നിന്നും വലത്തോട്ടാണ് നമുക്ക് പോവേണ്ടത്. നേരെ കാണുന്ന റോഡ് കുടക് റൂട്ടാണ്. കോളിക്കടവ് പാലത്തിലൂടെയാണ് ബസ് കടന്നു പോകുന്നത്.
കോളിക്കടവും കഴിഞ്ഞ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എടൂർ എന്ന ചെറിയൊരു ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും നമുക്ക് വലതുവശത്തേക്കാണ് പോവേണ്ടത്. അങ്ങാടിക്കടവിലേക്ക് പോകുന്ന റോഡാണ് മുൻപിൽ കാണുന്നത്. ഇവിടെ നിന്നും വലതുവശത്തേക്കാണ് ആറളം പോകുന്ന റൂട്ട്. ആറളം ടൗണിൽ നിന്നും ആറളം ഫാമിലേക്ക് 8 കിലോമീറ്റർ ദൂരമുണ്ട്. ആറളം ഫാമിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. വെളിമാനം എന്ന ഗ്രാമത്തിൽ കൂടിയാണ് ബസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കീഴ്പള്ളി എന്ന ചെറിയൊരു പട്ടണത്തിലേക്ക് ബസ് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും യാത്ര 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ പുറപ്പെടുകയുള്ളൂ. ജീവനക്കാർക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. കീഴ്പള്ളി എന്ന ചെറിയ പട്ടണത്തിലൂടെ ഗ്രാമവണ്ടി പതുക്കെ നീങ്ങിത്തുടങ്ങി. ആറളം ഫാമിൽ താമസിക്കുന്ന കുടുംബങ്ങൾ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കീഴ്പള്ളി പട്ടണത്തെയാണ് ആശ്രയിക്കുന്നത്.
ആറളം ഫാമിലേക്ക് പ്രവേശിക്കുകയാണ്. കക്കുവ പാലത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടം മുതൽ ആറളം ഫാം തുടങ്ങുകയായി. ശക്തമായ മഴ പെയ്തതുകൊണ്ട് അരുവികൾ നിറഞ്ഞൊഴുകുകയാണ്. റോഡിൽ വെള്ളം കയറി കിടക്കുന്നു. നമ്മുടെ ഗ്രാമവണ്ടി തിരിച്ചു വരേണ്ട വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്കിവിടെ നിന്നും വലതുവശത്തേക്കാണ് പോവേണ്ടത്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് ആറളം ഗ്രാമപഞ്ചായത്തിലാണ് ആറളം ഫാം സ്ഥിതി ചെയ്യുന്നത്. 1970കളിൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചതാണ് ആറളം ഫാം. ഒരു കാലത്ത് ഇവിടം വനമായിരുന്നു. 1970നും 75നും ഇടയിൽ തോട്ടവിള കൃഷി ചെയ്യുന്നതിനായി വനം വെട്ടിത്തെളിയിച്ച് കൃഷിഭൂമിയാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കൃഷി ഫാം പിന്നീട് 2004 ജൂൺ 20 കേരള സർക്കാരിന് കൈമാറി. ഏകദേശം 3500 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ഫാമിന്. പുനരധിവാസ മേഖലയും കൃഷിഭൂമിയും അടക്കം 7000 ഏക്കർ സ്ഥലമുണ്ടെന്നും പറയപ്പെടുന്നു. ഇതിനോടകം തന്നെ ആറളം ഫാമിൻ്റെ പകുതിയിലധികവും ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. ഏകദേശം 2000-ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിച്ചു വരുന്നു. ആറളം ഫാം ബ്ലോക്കുകളായാണ് അറിയപ്പെടുന്നത്. 14 ബ്ലോക്കുകളായാണ് ആറളം ഫാമിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 7 ബ്ലോക്കുകൾ കൃഷി ആവശ്യത്തിനായും 6 ബ്ലോക്ക് ആദിവാസി പുനരധിവാസ മേഖലയും ബാക്കി വരുന്ന 1 ബ്ലോക്ക് നഴ്സറിയുമാണ്. പച്ചക്കറികൾ, കശുവണ്ടി, റബ്ബർ, തേങ്ങ തുടങ്ങിയവയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ആദിവാസി ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശസ്തമായ പ്രദേശമാണ് ആറളം ഫാം. ആദിവാസികളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി ആറളം ഫാം ഇന്നും നിലകൊള്ളുന്നു. എന്നിരുന്നാലും തൊഴിലാളി പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആറളം ഫാമിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയുടെ ശല്യം വളരെ രൂക്ഷമാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് ആന ഒരു കശുവണ്ടി തൊഴിലാളിയെ ചവിട്ടിക്കൊന്നിരുന്നു. ആനശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആറളം വന്യജീവി സങ്കേതത്തിന് ചേർന്ന് ആനമതിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മതിലുകൾ പൊളിച്ച് ആന കാടിറങ്ങി ഫാമിലേക്ക് വരുന്നു. റബ്ബർ തോട്ടങ്ങൾ കാണാം. തേനീച്ച വളർത്തുന്നതിൻ്റെ ബോക്സുകളും ഇവിടെ കാണാം. തേനീച്ച കൃഷിയും ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിച്ചേരാം. 2025ഓടെ 250-ൽ പരം വ്യത്യസ്ത തരം ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതുകൊണ്ട് ആറളം വന്യജീവി സങ്കേതം ആറളം ബട്ടർഫ്ലൈ സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. കണ്ണൂരിൽ നിന്നും 12:45 നമ്മൾ യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ സമയം 3:40. സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ട് ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ബസ് പോകുന്നത്. സ്കൂൾ കുട്ടികൾക്ക് സുഗമമായ യാത്രാ സൗകര്യം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ആറളം ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നത്. സ്കൂൾ കുട്ടികൾ വരുന്നതിന് വേണ്ടി ബസ് കുട്ടികളെ വെയിറ്റ് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വന്യജീവി സങ്കേതത്തിലേക്ക് വരുന്നവർ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ മറക്കരുത്. ട്രെക്കിംഗ് നടത്താൻ ആഗ്രഹമുള്ളവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വാങ്ങേണ്ടതാണ്. കേരളത്തിൽ
18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. അതിൽ 12ാമത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലാണ് ആറളം വന്യജീവി സങ്കേതം നിലകൊള്ളുന്നത്. വളയംചാൽ, കണിച്ചാർ എന്നീ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിലേക്കും ഇതുവഴിയാണ് പോവേണ്ടത്. ഏകദേശം 55 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വന്യജീവി സങ്കേതം 1984 രൂപീകരിക്കപ്പെട്ടത്. ആന, കാട്ടുപോത്ത്, മ്ലാവ്, മാൻ, കാട്ടുപന്നി, കാട്ടുനായ, കടുവ, വിവിധതരം കുരങ്ങുകൾ, കുട്ടിത്തേവാങ്ക് തുടങ്ങിയവയും 200-ൽ പരം വ്യത്യസ്ത തരം പക്ഷികളും വന്യജീവി സങ്കേതത്തിൽ ഉണ്ട്. വള്ളപട്ടണം പുഴയുടെ നീർച്ചാലുകളായ ചീങ്കണ്ണിപ്പുഴ, ബാവലിപ്പുഴ എന്നിവ ഉൾപ്പെടെ ചെറുതും വലുതുമായ അരുവികളും തോടുകളും ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിലൂടെയും അതിരുകളിലൂടെയും ഒഴുകുന്നുണ്ട്. ഇനി നമുക്ക് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിരുകൾ നോക്കാം. വടക്ക് കർണാടക സംസ്ഥാനത്തിൻ്റെ വനങ്ങളും കിഴക്ക് വയനാട് ജില്ലയിലെ വനങ്ങളും തെക്ക് ആറളം കൃഷിത്തോട്ടവും ചീങ്കണ്ണിപ്പുഴയും പടിഞ്ഞാറ് ആറളം ഫാം എന്നിവയാണ് അതിരുകൾ വരുന്നത്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഗ്രാമവണ്ടി ഇതുവഴി ഫാമിനകത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ ആറളം വന്യജീവി സങ്കേതത്തിൽ എത്തിയിരിക്കുകയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് കാടിൻ്റെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇവിടേക്ക് വരുന്നവർ ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപേ എത്താൻ വേണ്ടി ശ്രമിക്കുക. 1 മണിക്ക് ശേഷം കാട്ടിനകത്തേക്ക് പ്രവേശനമില്ല. ആന ഇറങ്ങുന്ന ദിവസങ്ങളിൽ കാട്ടിനകത്തേക്ക് കടത്തിവിടുകയില്ല. അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ വിളിച്ച് ചോദിച്ച് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വിലയിരുത്തി വേണം വരാൻ. വന്യജീവി സങ്കേതത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഗൂഗിളിൽ ലഭ്യമാണ്. കാട്ടിനുള്ളിൽ താമസവും ട്രെക്കിങ്ങും താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. കാടും മഴയും ഇഷ്ടപ്പെടുന്നവർക്ക് മൺസൂൺ ക്യാമ്പുകളും ഇവിടെ നടക്കുന്നുണ്ട്. ആനയൊന്നും ഉണ്ടാവില്ല. നെറ്റ് കാണലുണ്ടോ? റോഡ് മേലെല്ലാം ഇറങ്ങും. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗ്രാമവണ്ടി യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ തിരിച്ചു പോകുന്നത് കണിച്ചാർ റൂട്ട് വഴിയാണ്. മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം. ബൈ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ. See you next video.